നമസ്കാരം. പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിൽ ആക്കിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാരും CPMകാരും സ്റ്റേഷനകത്ത് കയറി ആക്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആലോചിച്ച് നോക്കുക. കേരളത്തിൻ്റെ ക്രമസമാധാന നില നിലനിർത്തുവാൻ ബാധ്യസ്ഥപ്പെട്ട മുഖ്യമന്ത്രി, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഡിവൈഎഫ്ഐക്കാരോട് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം തുടങ്ങിക്കൊള്ളൂ, അത് തുടർന്നുകൊള്ളൂ എന്ന് ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സംഭവത്തെ വിലയിരുത്തേണ്ടത്. വാമനാപുരം നിയോജക മണ്ഡലത്തിലെ രാജകീയ സദസ്സ് നടക്കുന്ന സമയത്ത് കരുതൽ, അതായത് യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് പോലീസ് കുറേ പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്തു. സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും ഈ പ്രവൃത്തി കുറേ കാലമായി നടന്നു വരികയാണ്. കുറേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരത്തെ തന്നെ വീടുകളിൽ കയറി ചെന്ന് പിടികൂടി കരുതൽ തടങ്കലിലാക്കും. അത് കഴിഞ്ഞിട്ട് പ്രതിഷേധിക്കുമെന്ന് സംശയമുള്ളവർ ഈ രാജസദസ്സിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും വരികയാണെങ്കിൽ അവരെ അപ്പോൾ തന്നെ വളഞ്ഞിട്ട് കസ്റ്റഡിയിലെടുക്കും. അതും കണ്ണ് കെട്ടാതെ അതിൽ നിന്നും ചോർന്നുകൊണ്ടാണ് പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചാണ് പലരും കരിങ്കൊടി പ്രയോഗം അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് ബസ്സിന് നേരെ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാമനാപുരം നിയോജകമണ്ഡലത്തിലെ രാജസദസ്സിലും ഇതുപോലെ പ്രതിഷേധം വരുമെന്ന് ഉള്ളത് കൊണ്ട് പോലീസ് മുൻകരുതലെടുത്തു. അങ്ങനെ കുറേ യൂത്ത് കോൺഗ്രസ്സുകാരെ കരുതൽ തടങ്കലിലെടുത്തി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇരുത്തി. പക്ഷേ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അവിടെ ഉണ്ടായിരുന്ന ഈ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ, അവിടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ്റെ അകത്തു കയറി ആക്രമിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു എന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്രമാത്രം ഇവിടുത്തെ ഈ ക്രമസമാധാന നില നിലനിർത്തുവാൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഈ പോലീസ് നിയമങ്ങൾ അല്ലെങ്കിൽ പോലീസിംഗ് സമ്പ്രദായം ഡിവൈഎഫ്ഐക്കാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണോ എന്നതാണ് കാണേണ്ടത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്ന് ഡിവൈഎഫ്ഐയും CPMും പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിന് എല്ലാവിധ ഒത്താശകളും നൽകുകയും അതിന് ലൈസൻസ് നൽകുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു കാരണവശാലും ഇവർക്ക് ഇതിൽ യാതൊരു മനസ്താപവും ഉണ്ടാകില്ല, ഇതൊരു തെറ്റാണെന്ന് പറയുമില്ല. ഇതിനെ വേണമെങ്കിൽ നല്ല ഒരു മാതൃകാപരമായ ജനാധിപത്യ പ്രവർത്തനമാണെന്ന് വേണമെങ്കിൽ നാളെ മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യും. തിരുവനന്തപുരത്ത് ഈ യാത്ര തെക്കോട്ടെടുക്കുന്ന യാത്ര എന്നാണ് പൊതുവിൽ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. അങ്ങനെ മന്ത്രിസഭയെ മൊത്തം തെക്കോട്ടെടുത്ത യാത്ര തെക്ക് അറ്റത്തെത്തുകയും തിരുവനന്തപുരം ജില്ലയിലെത്തുകയും ചെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണിത്. ഇതുവരെയും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഒരിടത്തു നിന്നും വന്നിട്ടില്ല. കരിങ്കൊടി കാണിക്കുന്നവരെ ക്രൂരമായി മർദ്ദിക്കുകയും ഗൺമാൻ ഇറങ്ങി വന്ന് തലക്കടിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതും അങ്ങനെയുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ്. പക്ഷേ കരുതൽ തടങ്കലിലെടുത്ത് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നവരെ അതിനകത്ത് കയറി പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആക്രമിക്കുക, വസ്ത്രങ്ങൾ വലിച്ചേറുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിനെ എങ്ങോട്ടാണ് ഈ ഭരണകൂടം കൊണ്ടുപോകുന്നത്, ഭരണകൂട പ്രസ്ഥാനം കൊണ്ടുപോകുന്നത് എന്നത് ജനങ്ങൾ അന്തം വിട്ട് നോക്കിയിരിക്കുന്നു. ഈ കേരളത്തിൽ എങ്ങനെ ജീവിക്കും, ഇവിടെ എങ്ങനെയാണ് ഇനി നമ്മുടെ മക്കളെ, ഈ കൊച്ചുമക്കളെ ഇവിടെ എങ്ങനെ പഠിപ്പിക്കും, ഇവിടെ എങ്ങനെ വളർത്തും എന്ന ആശങ്കയും രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാകുന്നു എന്നത് തീർച്ചയാണ്. എന്തായാലും ഇന്നും തലസ്ഥാന നഗരിയിൽ ഗംഭീരമായ വളരെ പോലീസിന്റെ തേർവാഴ്ച തന്നെയാണ് നടന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ KSUക്കാർ DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആ മാർച്ചിൽ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു. മാത്യു കുഴൽനാടൻ സംസാരിച്ചത് ഈ ഗവർണർ കോഴിക്കോട്ട് ഈ പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടന്ന് കണ്ടല്ലോ. അതുപോലെ പിണറായി വിജയന് അതുപോലെ ഒന്ന് കേരളത്തിലെ ഈ പൊതുജനങ്ങളുടെ ഇടയിലൂടെ ഈ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇറങ്ങി നടക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. മരുമകൻ മന്ത്രിക്ക് അമ്മാവനെ അത്തരത്തിൽ ഇറങ്ങി നടക്കാൻ പ്രേരിപ്പിക്കാമോ എന്നും ചോദിച്ചു. ആ ചോദ്യം കഴിഞ്ഞ് മാറിയതോടുകൂടിയാണ് അവിടെ സംഘർഷം, അവിടെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടതും സംഘർഷം ഉണ്ടായതും ഈ പ്രവർത്തകരെ തല്ലിച്ച്
ചതച്ചതും. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അത് കേട്ടതോടുകൂടി മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചതോടുകൂടി പോലീസിന്റെ മുഖം മാറി, ശീലം മാറി. അവർ ഇന്നലെ നടത്തിയതുപോലെ സംയമനം പാലിച്ചില്ല. അവർ പൊരിഞ്ഞ അടി നടത്തുകയും പല പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആ വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരെ ഡിവൈഎഫ്ഐക്കാർ സ്റ്റേഷനകത്ത് കയറി ആക്രമിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നത്. സ്റ്റേഷനിൽ കരുതൽ തടങ്കൽ എന്ന വാക്കിന് പോലും വിലയില്ലാതായിരിക്കുന്നു. കരുതൽ എന്താണ്? ഈ പറയുന്ന പോലീസിന്റെ കരുതൽ എന്താണ് എന്ന ചോദ്യം ഇതാ ഉയരുന്നു.